ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് 062/2018. ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഉത്തരം മൗണ്ട് കേറ്റു. ഗംഗയുടെ പോഷക നദി. ഉത്തരം കോസി. താഴെ പറയുന്നതിൽ മാംഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം. ഉത്തരം ഒഡീഷ. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം. ഉത്തരം 1998. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഉത്തരം കറുത്ത മണ്ണ്. ഉത്തരം കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം നോക്കാം. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം. ഉത്തരം പാരാദ്വീപ്. കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഉത്തരം 6. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം മുംബൈ. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഉത്തരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം നോക്കാം. 2016 ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ്. ഉത്തരം വർധ. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം. ഉത്തരം PV സിന്ധു. ബ്രിക്സ് ഉച്ചകോടിക്ക് 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം. ഉത്തരം പനാജി. അടുത്ത ചോദ്യം നോക്കാം. ഫെബ്രുവരി 15-ാം തീയതി ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം. ഉത്തരം 104. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന Under-17 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം. ഉത്തരം ചീറ്റപ്പുലി. ശ്രദ്ധിക്കുക, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, സോ നമുക്ക് വരാൻ സാധ്യത കുറവാണ്. കേരളത്തിലെ ആദ്യത്തെ എംപ്ലോയ്മെന്റ് ജില്ല. ഉത്തരം മലപ്പുറം. കസ്തൂരി രംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? ഉത്തരം പരിസ്ഥിതി. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം സാധന സേവന നികുതി. പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം. ഉത്തരം കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ. ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം 2016 നവംബർ 8. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാര്? ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം ബംഗാൾ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ഉത്തരം ആത്മാറാം പാണ്ഡുരംഗ്. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം. ഉത്തരം വന്ദേ മാതരം. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം. ഉത്തരം 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഉത്തരം ലാഹോർ സമ്മേളനം. താഴെ പറയുന്നതിൽ പോർച്ചുഗലിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏത്? ഉത്തരം ദാമൻ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. BP മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നാട്ടുരാജ്യ സംയോജനം. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ. ഉത്തരം അരിസ്റ്റോട്ടിൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? ഉത്തരം മാഡം ഭിക്കാജി കാമ. ഭാരതമാത എന്ന ചിത്രം വരച്ചതാർ? ഉത്തരം അബനീന്ദ്രനാഥ ടാഗോർ. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം
ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. അടുത്ത ചോദ്യം നോക്കാം. ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ഉത്തരം 1947. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം. ഉത്തരം വിവരാവകാശ നിയമം. ശ്രദ്ധിക്കുക, 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ഉത്തരം നവംബർ 11. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ഫ്രഞ്ച് വിപ്ലവം. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ശ്രദ്ധിക്കുക, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോഴത്തെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ രാമസുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം നോക്കാം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഉത്തരം 2695 മീറ്റർ. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഉത്തരം മരുപ്രദേശം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല. ഉത്തരം വയനാട്. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? ഉത്തരം വാഗമൺ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഷൊർണൂർ. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കളരി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു? ഉത്തരം സംയുക്ത മേഖല. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത്? ഉത്തരം മോണസൈറ്റ്. കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? ഉത്തരം പഴശ്ശിരാജ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദ വിശേഷിപ്പിക്കാൻ കാരണം? ഉത്തരം ജാതി സമ്പ്രദായം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരം ആനി ബസന്റ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്? ഉത്തരം TK മാധവൻ. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? ഉത്തരം യോഗക്ഷേമ സഭ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം? ഉത്തരം 1891. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം അരുവിപ്പുറം ക്ഷേത്രം. കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ? ഉത്തരം വില്യം ലോഗൻ കമ്മീഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ഉത്തരം മലബാർ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഉത്തരത്തിന്റെ ശരിയായ ഓപ്ഷൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 61 ഉത്തരം ഓപ്ഷൻ ഡി. 62 ഓപ്ഷൻ ബി. 63 ഓപ്ഷൻ ബി. 64 ഓപ്ഷൻ എ. 65 ഓപ്ഷൻ സി. 66 ഓപ്ഷൻ എ. 67 ഓപ്ഷൻ ബി. 68 ഓപ്ഷൻ ബി. 69 ഓപ്ഷൻ എ. 70 ഓപ്ഷൻ ഡി. 71 ഓപ്ഷൻ ഡി. 72 ഓപ്ഷൻ സി. 73 ഓപ്ഷൻ സി. 74 ഓപ്ഷൻ സി. 75 ഓപ്ഷൻ സി. 76 ഓപ്ഷൻ ബി. 77 ഓപ്ഷൻ എ. 78 ഓപ്ഷൻ ബി. 79 ഓപ്ഷൻ എ.
80 ഓപ്ഷൻ ബി. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമേത്? ഉത്തരം ന്യൂട്രോൺ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം ചൊവ്വ. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഉത്തരം പ്രകീർണനം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം അലുമിനിയം. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? ഉത്തരം 340 മീറ്റർ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ജൂൾ പെർ സെക്കൻഡ്. ഖനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഡ്യൂട്ടീരിയം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഉത്തരം ചാലനം. അടുത്ത ചോദ്യം, പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? ഉത്തരം ബ്യൂട്ടെയിൻ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഉത്തരം ഗാമ വികിരണം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം വന്ദന ശിവ. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? ഉത്തരം ശ്വാസകോശം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? ഉത്തരം ചിക്കൻ പോക്സ്. ക്യൂണിക്കൾച്ചർ ഏത് ജീവിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മുയൽ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം കണ. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം തട്ടേക്കാട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏത്? ഉത്തരം പരുത്തി. കേന്ദ്ര സമുദ്രജല മത്സ്യഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊച്ചി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉത്തരം തൈമോസിൻ. കേരളം 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ആർദ്രം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സാറ്റർഡേ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.